വെൽക്കം ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്നെ ട്രേഡിങ്ങിൽ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച എൻ്റെ റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ട്രേഡിംഗ് കരിയറിൽ ഞാൻ വരുത്തിയ ഏറ്റവും വലിയ മിസ്റ്റേക്കുകളും അതിൽ നിന്ന് ഞാൻ എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യാൻ പഠിച്ചു എന്നും അതേപോലെ തന്നെ നിങ്ങൾക്കും എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മിസ്റ്റേക്കുകളിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാം. കാരണം ട്രേഡിങ്ങിൽ നമ്മുടെ ഏറ്റവും വലിയ ടീച്ചറാണ് നമ്മുടെ മിസ്റ്റേക്സ്. നമ്മുടെ മിസ്റ്റേക്സ് എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള ലെസൺസ് പഠിക്കുന്നത്. പല ആൾക്കാരും അവർ വരുത്തണ മിസ്റ്റേക്സ് ഇഗ്നോർ ചെയ്യണോണ്ടാണ് ട്രേഡിങ്ങിൽ ഫെയിൽ ആയിട്ട് പോണേ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ വരുത്തിയ മിസ്റ്റേക്കുകളിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ അവിടെ പൈസ നഷ്ടപ്പെടുത്തിയിട്ടാണ് ആ കാര്യങ്ങൾ പഠിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് നഷ്ടപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ മിസ്റ്റേക്കുകളിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടേതായ ഒരു റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾക്കും ട്രേഡിങ്ങിൽ വിജയിക്കാൻ സാധിക്കും. അപ്പം എൻ്റെ മിസ്റ്റേക്കുകൾ പറയുകയാണെങ്കിൽ, ഞാൻ സ്റ്റോക്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്ത് ഒരു കൊല്ലം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓപ്ഷൻസിക്ക് കടക്കുന്നത്. ഓപ്ഷൻസിക്ക് കടന്ന മൂലമാണ് എൻ്റെ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റത്തിൻ്റെ ഉണ്ടാക്കാൻ സഹായിച്ച മിസ്റ്റേക്കുകൾ ഉണ്ടായി തുടങ്ങണേ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഞാൻ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഹെഡ്ജ് ട്രേഡിംഗ് ആണ് ചെയ്തിരുന്നത്. നെയ്ക്കഡ് സെല്ലിങ്ങും ഉണ്ട്, പക്ഷെ അത് ഞാൻ ഫസ്റ്റ് ചെയ്തിരുന്നില്ല. നിഫ്റ്റിയിൽ ഓപ്ഷൻ ഹെഡ്ജ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് ആണ് ചെയ്തിരുന്നത്. അതും ഞാൻ എക്സ്പയറി ഡേയിൽ മാത്രമാണ് ട്രേഡ് ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാ ആഴ്ചയും ഒറ്റ ട്രേഡിംഗ് ഉണ്ടാവുള്ളൂ, വ്യാഴാഴ്ച. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിനാണോ എന്ന് അറിയില്ല, ഞാൻ ഹെഡ്ജ് ട്രേഡിങ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഒരു കൊല്ലം, ഏകദേശം ഒരു കൊല്ലം 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിൻ്റെ അടുത്ത് എനിക്ക് ഒരു നഷ്ടം പോലും ഉണ്ടായിട്ടില്ല. ആ ഒരു കാലയളവിൽ എനിക്ക് സത്യത്തിൽ അതൊരു ഭാഗ്യമായിരുന്നു. കാരണം ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു റെക്കോർഡ് അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെ ഞാൻ മിസ് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും ട്രേഡിങ്ങിൽ ഒരു ലോസ് വന്നാലാണ് അതിനെ എങ്ങനെ നേരിടാം, അവിടെ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് റിസ്ക് റിവാർഡൊക്കെ സെറ്റ് ചെയ്യാന്ന് പഠിക്കുള്ളൂ. ആ ഒരു സംഭവം എനിക്ക് കിട്ടിയില്ല. ഒരു വർഷം 3 മാസം ലാഭം മാത്രമായിരുന്നു. അപ്പം എന്തുണ്ടായെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡും അവിടെ കുറേ ചേഞ്ചായി. ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയി. കാരണം എനിക്ക് ലോസ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്, ഇതുവരെ നഷ്ടം വന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മളെ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു വർഷം 3 മാസത്തിന് ശേഷം എനിക്ക് ഏറ്റവും ഫസ്റ്റത്തെ നഷ്ടം ഉണ്ടായി ഓപ്ഷൻ ഹെഡ്ജിങ്ങിൽ. അങ്ങനെ ആ ഒരു നഷ്ടം ഉണ്ടായപ്പോൾ പോലും എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ ആ ഒരു മിസ്റ്റേക്കിനെ ഇഗ്നോർ ചെയ്തു. കാരണം എനിക്ക് ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു നഷ്ടം ഉണ്ടായത്. അതിപ്പോൾ എന്താ വലിയ ഇതുവരെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് വെച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു എമൗണ്ട് അല്ല. ഏകദേശം 1500 2000 അത്രയായിരുന്നു അന്ന് ലോസ് ഉണ്ടായത്. അപ്പോൾ അതുവരെയുള്ള പ്രോഫിറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, ഇനിയിപ്പോൾ എനിക്ക് നഷ്ടം ഉണ്ടാവാൻ അടുത്ത കൊല്ലൊക്കെ ആവും. അങ്ങനെയായിരുന്നു എൻ്റെ മൈൻഡിൽ. നമ്മളൊരു അറഗൻ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഏകദേശം എനിക്കൊരു 4 ട്രേഡിങ് സെക്ഷൻ കൂടിയും കഴിഞ്ഞപ്പോൾ ആ ഒരു ലോസ് തിരിച്ചെടുക്കാൻ പറ്റി. തിരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ലോസ് 2000 രൂപ ലോസ് ആയത് 0യിലേക്ക് എത്തിച്ചു. ഫുള്ളായിട്ട് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, 4 ട്രേഡിങ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 1 മാസം എടുക്കും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഏറ്റവും ഫസ്റ്റത്തെ ലോസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു നഷ്ടം ഉണ്ടായി ഹെഡ്ജ് ട്രേഡിങ്ങിൽ. അത് ഏകദേശം ഫസ്റ്റ് ഉണ്ടായ ലോസിൻ്റെ എമൗണ്ടിനേക്കാൾ ഡബിൾ ആയിരുന്നു. ഏകദേശം 4000-5000 സംതിങ് ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു കാര്യം പഠിച്ചു, ഓക്കെ ഇത് ഇങ്ങനെ പോയാൽ റെഡി ആവില്ല. കാരണം നമ്മൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് എല്ലാം കൂടി ഒറ്റ അടിക്ക് പോകുന്ന ഒരു അവസ്ഥയിലാവും. അപ്പം നമ്മൾ എന്തായി, മൈൻഡ് ആകെ പോയി, ട്രേഡിങ്ങിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഉള്ള ചിന്താഗതിയൊക്കെ നമുക്ക് വന്നു തുടങ്ങി. ഓവർ കോൺഫിഡൻസ് എല്ലാം പോയിട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. അപ്പോഴാണ് നമ്മൾ ഓക്കെ ഈ ഒരു മിസ്റ്റേക്ക് എനിക്ക് ആദ്യം വന്നിട്ടുണ്ട്, ഇത് ഇനി തിരുത്താണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ട്രേഡിങ്ങിൽ ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്തിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് പിന്നെ വന്നു. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡിങ്, എൻ്റെ ആ ഒരു അത്രയും കാലത്തെ ട്രേഡിങ് വെച്ച് നോക്കിയപ്പോൾ മേ ബി എത്രയോ 50 അതിന് കൂടുതൽ ട്രേഡ്സ് അതിന് ആ ഒരു ടൈമിൻ്റെ ഇടയിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത്രയും ട്രേഡിൽ ആകെ 2 ട്രേഡാണ് ലോസ് വന്നുള്ളൂ. അപ്പോൾ എൻ്റെ വിന്നിങ് പെർസെൻറ്റേജ് അത്രയും കൂടുതലാണ്, ഏകദേശം 90-ന് മുകളിൽ വരും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഇത്രയും വലിയ വിന്നിങ് പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു 1:1 റിസ്ക് റിവാർഡ് വെച്ചാലും പ്രശ്നമില്ല. എനിക്ക് ഒരു ട്രേഡിൽ കിട്ടണ 500 രൂപയാണ് ലാഭം എന്നുണ്ടെങ്കിൽ 500 രൂപയും ഞാൻ നഷ്ടപ്പെടുത്താൻ തയ്യാറാണ്. 1:1 റിസ്ക് റിവാർഡ് മാന്യമായിട്ടുള്ള ഒരു റിസ്ക് റിവാർഡാണ് ഇത്രയും വലിയ വിൻ റേഷ്യോന്. അങ്ങനെ ഞാൻ ഹെഡ്ജ് ട്രേഡിങ്ങിൽ 1:1 റിസ്ക് റിവാർഡ് എന്താ പറയുക ഫോളോ ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ ഞാൻ ഹെഡ്ജ് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആയി. അന്ന് മുതലാണ് ഞാൻ പ്രോഫിറ്റബിൾ ആയെന്ന് എപ്പോഴും പറയുള്ളൂ. കാരണം ഒരു കൊല്ലം 3 മാസം ഞാൻ
ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു റിസ്ക് മാനേജ് ചെയ്യാൻ പഠിച്ചിരുന്നില്ല. അതും കൂടി മാനേജ് ചെയ്യാൻ പഠിച്ചാലാണ് നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് മുതലാണ് എൻ്റെ റിസ്ക് റിവാർഡ് ഹെഡ്ജ് ട്രേഡിങ്ങിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഞാൻ അതിൽ പ്രോഫിറ്റബിൾ ട്രേഡറായി. പിന്നെ എനിക്ക് ലോസുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു 1:1 റിസ്ക് റിവാർഡ് തന്നെ ഫോളോ ചെയ്ത് പോയി. നമ്മൾ അതിൽ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റിസ്ക് റിവാർഡൊക്കെ വെച്ച് ഏകദേശം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാർക്കറ്റിന്റെ സ്ട്രക്ചറൊക്കെ ഏകദേശം മാറി. അവിടെ ഹെഡ്ജ് ട്രേഡിങ് എടുക്കൽ കുറച്ചും കൂടി റിസ്കി ആയി മാറി. അത് നമുക്കറിയാം, മാർക്കറ്റിന്റെ സ്ട്രക്ചർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി ഇടയ്ക്ക് വർക്കൗട്ട് ആവാണ്ട് വരും. അപ്പൊ നമ്മുടെ ട്രേഡിംഗ് സ്റ്റൈൽ മാറ്റേണ്ടി വരും. അങ്ങനെ ട്രേഡിംഗ് സ്റ്റൈൽ മാറ്റണതിന്റെ ഭാഗമായിട്ട് ഞാൻ നെയ്ക്കഡ് സെല്ലിങ്ങിലേക്ക് കടന്നു, ഓപ്ഷൻ നെയ്ക്കഡ് സെല്ലിങ്ങിൽ. അപ്പോൾ ഓപ്ഷൻ നെയ്ക്കഡ് സെല്ലിങ്ങിൽ കടന്നപ്പോഴും ഞാൻ ആദ്യം വരുത്തിയ മിസ്റ്റേക്ക് ഇവിടെയും വരുത്തി. എന്താ? സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിൽ ഫോളോ ചെയ്തില്ല. കാരണം ഓപ്ഷൻ സെല്ലിങ്ങിൽ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഒരിക്കലും ഒരു പ്രൈസ് വെച്ച് ചെയ്യാവുന്ന തന്നെ എളുപ്പമല്ല. നിങ്ങൾക്ക് അറിയാം, ഓപ്ഷൻ ട്രേഡിങ് ഭയങ്കര ഫ്ലക്ച്വേറ്റഡ് ആയി നിൽക്കണ കാരണം തന്നെ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ഇവിടെ ആവർത്തിച്ചു. അപ്പോൾ ഏറ്റവും ഒരു ഫസ്റ്റ് 3-4 മാസമൊന്നും എനിക്ക് നേക്കഡ് സെല്ലിങ്ങിൽ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, നഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ നല്ല രീതിയിൽ പോവായിരുന്നു. അപ്പോൾ ആദ്യത്തെ നഷ്ടം വന്നു. ആദ്യം ചെയ്ത മിസ്റ്റേക്ക് പോലെ തന്നെ നമ്മൾ ഇഗ്നോർ ചെയ്തു. അപ്പോഴും നമ്മുടെ തലയിൽ മറ്റേ സ്റ്റോറി ഇല്ല. ഫസ്റ്റ് മിസ്റ്റേക്ക് വരുത്തി, രണ്ടാമത്തെ മിസ്റ്റേക്കിന് നമ്മൾ കാര്യങ്ങൾ പഠിച്ചത് മറന്നുപോയി. മനുഷ്യനല്ലേ, നമുക്ക് ഒരു ഫുള്ളായിട്ട് കണ്ടിന്യൂസ് വിന്നടിച്ച് വരുമ്പോൾ നമ്മളെന്താ അഹങ്കാരമാവും, ഇതാവും, ഓവർ കോൺഫിഡൻ്റ് ആവും. അതെല്ലാം നമുക്കുണ്ടായി. ഫസ്റ്റ് നമ്മൾ നേക്കഡ് സെല്ലിങ്ങിൽ വരുത്തിയ മിസ്റ്റേക്കിൽ നമ്മൾ ആ ഒരു റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത വന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് രണ്ടാമത്തെ ലോസ് അടിച്ചു. രണ്ടാമത്തെ ലോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ലോസ് ആയിരുന്നു. അതും നമ്മുടെ ഇലക്ഷൻ്റെ ടൈമിലാണ് ഉണ്ടായത്. അതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8,000-9,000 രൂപ എൻ്റെ പോയി. അപ്പോൾ അത് സത്യത്തിൽ എന്താ പറയുക, മാർക്കറ്റ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് നമ്മൾ ലോസ് പിടിച്ചിരിക്കുകയായിരുന്നു. നെയ്ക്കഡ് സെല്ലിങ് ആട്ടോ, ഓപ്ഷൻ നെയ്ക്കഡായിട്ട് സെല്ല് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും റിസ്ക് പിടിച്ചൊരു സാധനമാണ് ഓപ്ഷൻ നെയ്ക്കഡ് സെല്ലിങ്. അപ്പോൾ അത്രയും പ്രോഫിറ്റ് എൻ്റെ പോയി. ഈ പറഞ്ഞ 8,000 രൂപ 9,000 രൂപയുടെ അടുത്ത് ലോസ് വന്നപ്പോൾ നമ്മളെ രണ്ടാമത്തെ മിസ്റ്റേക്കിൽ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇങ്ങനെ പോയാൽ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡർ ആവില്ല. നമ്മൾ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കും, ഇത് ഇത്രയും വലിയ എമൗണ്ട് വെച്ചൊക്കെ കുറഞ്ഞിരിക്കും. അപ്പം അതൊരു ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതേപോലെ തന്നെ മാർക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ഹോപ്പ് ചെയ്തിരുന്നാലേ പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളത് നമ്മുടെ PNL തന്നെ ഭയങ്കരമായിട്ട് ഹെർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിക്കുന്നുള്ളത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, നെയ്ക്കഡ് സെല്ലിങ്ങിൽ എൻ്റെ ഈ പറഞ്ഞ പോലെ അതുവരെയുള്ള ട്രേഡുകൾ ഞാൻ എപ്പോഴും ജേണൽ ചെയ്യണ ആളാണ്. നമ്മൾ ഓരോ ആഴ്ചയും നമ്മൾ ആ ഒരു ആഴ്ചയിലെടുത്ത ഓപ്ഷൻ ട്രേഡിൻ്റെ എല്ലാം നമ്മൾ ജേണൽ ചെയ്യും, വീഡിയോ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബുക്കിൽ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ ബുക്കിലൊക്കെ എഴുതി വെച്ച് നമ്മുടെ അനാലിസിസ് ചെയ്തപ്പോൾ ഇത്രയും ഈ പറഞ്ഞ പോലെ അന്നും ഏകദേശം നേക്കഡ് സെല്ലിങ് ആയതുകൊണ്ട് ഏകദേശം 50 ട്രേഡൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേത് വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് അത്രയും വലിയൊരു ടൈം എടുത്തത്. പക്ഷെ ഇത് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം ഒരു 50 ട്രേഡൊക്കെ നമ്മൾ ആഴ്ചയിൽ തന്നെ 2-3 വെച്ച് സെല്ല് ചെയ്തായിരുന്നു. അപ്പൊ 50 ട്രേഡിൽ എനിക്ക് ഈ പറഞ്ഞ 2 ലോസ് ഒക്കെയാണ് വന്നിട്ടുള്ളൂ. അപ്പൊ അതിലും നല്ല വിൻ റേഷ്യോ ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഓപ്ഷൻ നെയ്ക്കഡ് സെല്ലിങ്ങിൽ 1:1 റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു 400 രൂപ അല്ലെങ്കിൽ 500 രൂപയ്ക്കാണ് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ട്. 500 രൂപയൊക്കെ വേഗം തന്നെ നഷ്ടത്തിക്ക് ഓപ്ഷൻ സെല്ലിങ്ങിൽ വരും. കാരണം പ്രീമിയം പെട്ടെന്ന് സ്പൈക്ക് വരാനുള്ള ചാൻസും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ 1:1 റിസ്ക് റിവാർഡ് അവിടെ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം നെയ്ക്കഡ് സെല്ലിങ്ങിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു 1:3 റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാന്ന് വെച്ചു നെയ്ക്കഡ് സെല്ലിങ്ങിൽ. എന്ന് വെച്ചാൽ എനിക്ക് 500 രൂപ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു 1,500 രൂപയെങ്കിലും നഷ്ടം സഹിക്കാൻ ഓക്കെയാണ്. കാരണം എനിക്ക് വിൻ റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 1,500 എന്ന് പറഞ്ഞാൽ ഒരു 3 ട്രേഡിന്റെ ലോസ് കുഴപ്പമില്ല, ഞാനത് ഓക്കെ ആണ്. അപ്പോൾ ആ ഒരു റിസ്ക് റിവാർഡ് ഒരിക്കലും നല്ലതാണെന്ന് ഞാൻ പറയില്ല. 1:3 ഒരിക്കലും നല്ലൊരു റിസ്ക് റിവാർഡ് അല്ല. പക്ഷെ എനിക്ക് വിൻ റേറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യണത്. അതേപോലെ തന്നെ കൂടുതൽ റിസ്ക് ഉള്ള പൊസിഷൻസ് എടുക്കണ്ട. നേക്കഡ് സെല്ലിങ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ റിസ്ക് ഉള്ള പൊസിഷൻസ് എടുക്കണ്ട. മാർക്കറ്റ് നമുക്കൊരു അൺസർട്ടൈൻ, ഇപ്പോൾ നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് പെട്ടെന്ന് യുദ്ധം വരിക, അങ്ങനെ കുറച്ച് അൺസർട്ടനിറ്റീസ് വരുന്ന ടൈമിലൊന്നും നമ്മൾ വെറുതെ റിസ്ക് ചെയ്തിട്ട് മാർക്കറ്റിൽ എൻട്രി ചെയ്യണ്ട. മിക്ക ടൈമിലും നമുക്ക് ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരുമ്പോഴാണ് നഷ്ടം വരിക. ഇപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ എൻട്രി ചെയ്തിട്ട് ഒരു മാർക്കറ്റ് അൺസർട്ടൻ ആയിട്ട് നിൽക്കുന്ന ടൈമിലൊക്കെ നമ്മൾ വെള്ളിയാഴ്ച എൻട്രി ചെയ്താൽ ശനി ഞായർ എന്ത് വേണമെങ്കിൽ ഉണ്ടാവാം, തിങ്കളാഴ്ച അതിനുള്ള എഫക്റ്റ് വരും. അപ്പൊ അങ്ങനത്തെ ടൈമിലൊന്നും എൻട്രി എടുക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചപ്പോൾ എന്തുണ്ടായി, നമുക്ക് വീണ്ടും നെയ്ക്കഡ് സെല്ലിങ്ങിൽ നമ്മളൊരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറി. അപ്പൊ നെയ്ക്കഡ് സെല്ലിങ്ങിൽ ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമ്മുടെ നെയ്ക്കഡ് സെല്ലിങ്ങും
ഹെഡ്ജ് ട്രേഡിങ്ങും ഒരുമിച്ച് ചെയ്യാൻ പറ്റി തുടങ്ങി. മാർക്കറ്റിന്റെ സ്ട്രക്ചർ വീണ്ടും മാറിയപ്പോൾ അപ്പൊ രണ്ടും കൂടുതൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തായി, നമുക്ക് പ്രോഫിറ്റ് കൂടാൻ തുടങ്ങി. അതേപോലെ തന്നെ ലോസും വരാറുണ്ട്. ഇപ്പോൾ ആ ഒരു 8,000 അല്ലെ 9,000 രൂപ നഷ്ടം വന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും എനിക്ക് ഏകദേശം ഈ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു മാസം കൊണ്ട് തന്നെ, ഏകദേശം ഒരു മാസം കൊണ്ട് എനിക്ക് ആ ഒരു നഷ്ടം മൊത്തം തിരിച്ച് പിടിക്കാൻ പറ്റി. 8,000 രൂപ ലോസ് വന്നത് 0യിലേക്ക് എത്തിച്ചു. പിന്നീട് ബാക്കിയുള്ള മന്ത് കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. ആ ഒരു ടൈമിൽ പല ദിവസവും എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 1,500 രൂപ അല്ലെങ്കിൽ 2,000 അടുത്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ട് ഈ ഒരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുമ്പോൾ പോലും. പക്ഷെ എന്നാൽ പോലും ഞാൻ പ്രോഫിറ്റബിൾ ട്രേഡറായി, അത്രയും വലിയ എമൗണ്ട് നഷ്ടങ്ങൾ വരുമ്പോൾ പോലും. അപ്പോൾ അതിന്ന് എനിക്ക് മനസ്സിലായി, റിസ്ക് മാനേജ്മെന്റ് എപ്പോഴും നമ്മൾ ഏത് ട്രേഡിലും നമ്മൾ എത്ര കോൺഫിഡന്റ് അല്ലെങ്കിൽ എത്ര വിൻ റേഷ്യോ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോ അല്ലെങ്കിൽ റിസ്ക് മാനേജ് ചെയ്യണം. റിസ്ക് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ റിസ്ക് റിവാർഡ് റേഷ്യോയും അതേപോലെ തന്നെ മാർക്കറ്റിനെ നമ്മൾ എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇപ്പോൾ ഇലക്ഷന്റെ കേസിൽ ആ ഒരു ടൈമിൽ നമ്മൾ മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യാത്തതുകൊണ്ടാണ് അത്രയും വലിയ നഷ്ടത്തിലേക്ക് എത്തിയത്. കാരണം മാർക്കറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമ്മൾ എടുത്ത ടൈമിലുള്ള മാർക്കറ്റ് അല്ല ഇപ്പോൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, ഞാൻ ഈ ഒരു ലോസ് ആക്സെപ്റ്റ് ചെയ്തു, ഞാൻ പുറത്ത് പോവാണ്, മാർക്കറ്റ് തന്നെയാണ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോവും, ഇറങ്ങിപ്പോരും. പക്ഷെ എനിക്ക് പറ്റിയതും പല ആൾക്കാർക്കും പറ്റണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാലിസിസ് ആണ് കറക്റ്റ്, മാർക്കറ്റാണ് നമ്മളെ ചതിച്ചേ, മാർക്കറ്റ് എനിക്ക് പ്രോഫിറ്റ് തരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പ്രോഫിറ്റ് എടുത്തിട്ടേ പോവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എന്താവും, നമ്മൾ ചിലപ്പോൾ ലോസ് പിടിച്ചിരിക്കും തിരിച്ചു വരുന്നു വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ റിവെഞ്ച് ട്രേഡ് ചെയ്യും, അങ്ങനെ പല മിസ്റ്റേക്ക് വരുത്തും. അപ്പോൾ റിസ്ക് മാനേജ്മെന്റിൽ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴുള്ള ഒരു അവസ്ഥയല്ല ഇപ്പോൾ എന്നുള്ളത് മനസ്സിലാക്കി ലോസ് ആക്സെപ്റ്റ് ചെയ്യുക, മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യുക. മാർക്കറ്റാണ് എപ്പോഴും ശരി, നമ്മളല്ല. അപ്പോൾ മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്തിട്ട് ലോസ് മേടിച്ച് പോവാന്നുള്ളതാണ്. പിന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്യുക. ഇപ്പൊ എനിക്ക് 90% മുകളിൽ വിന്നിങ് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസ്ക് റിവാർഡ് ഞാൻ ഫോളോ ചെയ്തതിൽ ഞാൻ എപ്പോഴും ഒരു നഷ്ടം വരുത്തുന്ന ഒരു ട്രേഡർ തന്നെ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഈവൻ ട്രേഡർ ആവുള്ളൂ. കുറേ ലാഭം ഉണ്ടാക്കും, ഒറ്റ നഷ്ടം വരുമ്പോൾ എല്ലാം കൂടി പോകും, അങ്ങനത്തെ ഒരു ട്രേഡർ ആവുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഫോളോ ചെയ്യുക, റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നിങ്ങളോടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ, ഇപ്പം എൻ്റെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി ഉണ്ടാവും, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ എത്രമാത്രം ഒരു സിസ്റ്റം ഉണ്ടാക്കി അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു നിമിഷം നമ്മളൊരു തെറ്റ് വരുത്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസിപ്ലിൻ പോയി നമ്മൾ വേറെ പോലെ ഒരു ട്രേഡ് ചെയ്താൽ, നമ്മുടെ സിസ്റ്റത്തിന് നമ്മുടെ അണ്ടറിലല്ലാത്ത ഒരു ട്രേഡ് എടുത്താൽ പോലും നമ്മൾ വലിയൊരു നഷ്ടത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു റിസ്ക് മാനേജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യുക. മാർക്കറ്റാണ് അൾട്ടിമേറ്റ്. നമ്മൾ എത്ര അനാലിസിസ് ചെയ്ത് ട്രേഡ് എടുക്കണു എന്ന് പറഞ്ഞാൽ പോലും, ഇപ്പൊ നിങ്ങളുടെ എല്ലാ അനാലിസിസും പെർഫെക്റ്റ് ആണ്, നിങ്ങൾ ഒരു ട്രേഡിൽ എൻട്രി ചെയ്തു, എവിടെങ്കിലും ലോകത്ത് എവിടെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായെന്ന് വിചാരിക്കുക, മാർക്കറ്റ് അതിനെതിരെ റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര പെർഫെക്റ്റ് ട്രേഡ് എടുത്തിട്ട് പെട്ടെന്ന് മാർക്കറ്റ് എന്തെങ്കിലും ഒരു ഇവന്റിനെ റിയാക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ സ്ട്രക്ചർ മൊത്തം അവിടെ പൊട്ടി. നമ്മൾ എടുക്കുന്ന ടൈമിലുള്ള മാർക്കറ്റ് അല്ല ഇപ്പോൾ. മാർക്കറ്റ് ചിലപ്പോൾ നമ്മളെ ഒരു ബൈ ഓർഡർ ആണ് ഇട്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പൊട്ട ന്യൂസ് വന്നിട്ട് അത് താഴ്ത്തിക്ക് വരാൻ തുടങ്ങും പെട്ടെന്ന്. അപ്പൊ എന്ത് ചെയ്യും, ഇത് ഞാൻ കറക്റ്റ് ട്രേഡാണ് എടുത്തത്, മാർക്കറ്റ് എന്നെ റെസ്പെക്ട് ചെയ്യണം, മാർക്കറ്റ് തിരിച്ചു കയറണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മളവിടെ ആക്സെപ്റ്റ് ചെയ്യാം, ഓക്കെ ഞാൻ എടുത്ത ടൈമിലുള്ള മാർക്കറ്റ് അല്ല ഇപ്പോൾ, മാർക്കറ്റിന്റെ മൂഡും അതൊക്കെ ചേഞ്ച് ആയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ നഷ്ടം സഹിച്ച് പുറത്തു പോവുക, വേറൊരു ദിവസം വന്ന് ലാഭം ഉണ്ടാക്കാമല്ലോ, ആ ഒരു മൈൻഡ് എപ്പോഴും കീപ്പ് ചെയ്യുക. അപ്പൊ മാർക്കറ്റാണ് അൾട്ടിമേറ്റ്, മാർക്കറ്റിനെ റെസ്പെക്ട് ചെയ്യുക, മാർക്കറ്റ് ചെയ്യണതാണ് എപ്പോഴും ശരി, നമ്മളല്ല, അത് മൈൻഡിൽ വെക്കുക. അപ്പോൾ ലോസ് വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് പോവാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഒരു ട്രേഡർ എന്നുള്ള നിലയിൽ. കാരണം ഇതൊരു ബിസിനസ്സാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരു സാധനം ചെറിയ വിലയിൽ മേടിച്ച് ഒരു സാധനം വലിയ വിലയിൽ ഒരു സാധനം വലിയ വിലയിൽ വിൽക്കുക, അതിനുള്ള പ്രോഫിറ്റ് എടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മളൊരു സാധനം മേടിച്ചു, നമ്മൾ ഉദ്ദേശിച്ച വിലയിൽ വിൽക്കാൻ പറ്റിയില്ല, ചിലപ്പോൾ നമ്മൾ മേടിച്ചതിനൊക്കെ താഴ്ന്നൊരു വിലയിൽ വിൽക്കേണ്ടി വരും. അപ്പൊ അതൊരു ബിസിനസിന്റെ ഭാഗമാണ്. അത് ആ ഒരു ലോസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ ഈ സാധനം നമ്മൾ ചെറിയ വിലയിൽ മേടിച്ചു, വലിയ വിലയിൽ മാത്രമേ വിൽക്കുള്ളൂ, ഞാൻ മേടിച്ച വിലേനേക്കാൾ താഴ്ത്ത് വിൽക്കില്ല, ഞാൻ വിൽക്കാണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നോളാന്ന് പറഞ്ഞാൽ എന്താവും, ആ മേടിച്ച പൈസ പോലും നമുക്ക് കിട്ടില്ല. ചെറിയൊരു എമൗണ്ട് വിറ്റാൽ കിട്ടും, അതുപോലും കിട്ടാത്ത അവസ്ഥ വരും. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ മിസ്റ്റേക്സ് നമ്മൾ വരുത്താണ്ടിരിക്കുക. അപ്പോൾ ആദ്യം റിസ്ക് മാനേജ്മെന്റ് ഒരു പ്രൈം ഒരു ലെസൺ ആണ്, നമ്മൾ എപ്പോഴും മാർക്കറ്റിനെ അനുസരിക്കുക. മാർക്കറ്റാണ് അൾട്ടിമേറ്റ് എന്നുള്ളത് എപ്പോഴും നമ്മൾ
ഓർമ്മയിൽ വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ സിസ്റ്റം നമ്മൾ എത്ര വട്ടം പോലും കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്തു, ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ മനുഷ്യനാണ്, ഇമോഷൻസ് വർക്കൗട്ട് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ റൂളിന് തെറ്റായിട്ടുള്ള ഒരു രീതിയിൽ പോയാൽ അവിടെ നഷ്ടം വരും, നല്ല നഷ്ടം വരും. അപ്പൊ അതുവരെ അയ്യോ ഞാൻ കൺസിസ്റ്റന്റ് ട്രേഡർ ആയിരുന്നു, എനിക്ക് ഈ നഷ്ടം വരാൻ പാടില്ല, അത് എനിക്ക് ലാഭത്തിലാവണം എന്നുള്ള ഇതൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു തെറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടെ അപ്പം തന്നെ റിയാക്ഷൻ കിട്ടിയത്, അത് അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ എപ്പോഴും ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ട്രേഡിങ് സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ റിസ്ക് റിവാർഡ് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് ഫോളോ ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്യണ പോലെ ഒരു മോശം റിസ്ക് റിവാർഡ് ആണെങ്കിൽ പോലും അത് ഫോളോ ചെയ്യുക. അവിടെ എനിക്ക് പറയാനുള്ള ന്യായമുണ്ട്, കാരണം എനിക്ക് വിൻ റേറ്റ് ഉണ്ട്, എൻ്റെ എൻട്രി അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ എടുക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു മോശം റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യണോണ്ട് പ്രശ്നമില്ല, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു റിസ്ക് റിവാർഡ് എപ്പോഴും ഫോളോ ചെയ്യുക, അല്ലാതെ ടാർഗറ്റ് മാത്രം വെച്ചിട്ട് ലോസ് എനിക്ക് എത്ര വേണമെങ്കിലും വെക്കാന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കുണ്ടായ പോലെ എത്ര വിൻ റേറ്റ് ആയാൽ പോലും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ അല്ലാത്ത ഒരു അവസ്ഥയിൽ വരും. അപ്പോൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യണം. അത് ഏത് ട്രേഡിലായാലും, സ്വിംഗ് ആയാലും ഇൻട്രാഡേ ആയാലും ഓപ്ഷൻ ട്രേഡിംഗ് ആയാലും എന്തായാലും. അപ്പോൾ അതും കൂടി നിങ്ങൾ പഠിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റ് സെറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോ, ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം നിങ്ങളെ. എങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് രീതിയൊക്കെ അനുസരിച്ച് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. എനിക്ക് ഒരു പ്രശ്നമില്ല, എനിക്ക് അതൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിലൊക്കെ ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. അവർക്ക് ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും. അതേപോലെ തന്നെ കൂടുതൽ ട്രേഡിംഗ് ഇൻവെസ്റ്റിംഗ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.